ഹായ് ഫ്രണ്ട്സ്, സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കുക്കിങ്ങിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തേങ്ങ അരച്ചിട്ടൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉലുവ, ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. 7 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 1 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഇത് 1 ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കുടപ്പുളി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, അതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കണം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചാറ് നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1 കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചാറിന് എപ്പോഴും ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം, എന്നാലാണ് മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഉപ്പ് പിടിച്ചു കഴിഞ്ഞാലും ചാറിന് ഉപ്പ് ഉണ്ടാവും. തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം 1/2 കിലോ മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാ മീനിന്റെ മുകളിലും ചാറൊന്ന് നന്നായി ആക്കി കൊടുക്കണം. മീൻ നന്നായിട്ട് തിളക്കണുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ മീൻ കറി അടച്ചു വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറിയിൽ കുറച്ച് ചുവന്നുള്ളി മൊരിച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്താൽ മീൻകറി നല്ല ടേസ്റ്റും ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇനി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് മൊരിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്, അതിനു മുമ്പ് അത് മീൻ കറിയിൽ ഒഴിച്ചു കൊടുക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.